പവർ റൂമിന് വേണ്ടിയുള്ള ടാസ്ക് ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് നൽകിയതെങ്കിൽ എല്ലാം കൂടിയിട്ട് എല്ലാ റൗണ്ടും കൂടി അത് ഫിസിക്കൽ അറ്റാക്കിൽ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ലാസ്റ്റ് റൗണ്ടിൽ ഫിസിക്കൽ അറ്റാക്ക് അവിടെ നടന്നത് ശരണ്യക്ക് നേരെയാണ്. ശരണ്യരെ മുടി പിടിച്ചു വലിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ലൈവിൽ നമുക്ക് ആ വീഡിയോ കൃത്യമായി പ്ലേ ചെയ്തില്ല. നമുക്കവിടെ എന്തോ നടക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലായത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും കൂടിയിട്ട് വിട് 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 എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതായിരുന്നു അവിടെ നടന്നത്. ശരണ്യരെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി തലയിടിച്ചു വീണു എന്നാണ് പറഞ്ഞത്. ഗ്ലാസ്സുമേ നമുക്കവിടെ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ലൈവിൽ പിന്നെ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാത്തത് കൊണ്ട് കൃത്യമായി അവിടെ എന്ത് നടന്നു എന്നറിയില്ല. പക്ഷെ ശരണ്യ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, ഓളിയിടുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും പറഞ്ഞു ശരണ്യരെ മുടി ചുറ്റി പിടിച്ചു വലിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് നമുക്ക് പറയാം എന്നല്ലാതെ നമുക്കവിടെ കൃത്യമായി എന്ത് എന്ന് നടന്നതു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ഋഷിയെ പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കായിരുന്നു ചെയ്തത്. ആ സമയത്ത് എല്ലാവരും ഹോൾഡ് ചെയ്തുകൊണ്ട് കളിക്കാവുന്ന ഒരു ഗെയിം തന്നെയാണത്. അതൊരു ഗ്രൂപ്പ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് കളിക്കാം. അത് വേണ്ട എന്ന് ബിഗ് ബോസ് അവിടെ പറയാത്തടത്തോളം അവിടെ നമുക്ക് ജിൻഡോയെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ സെക്കൻഡ് റൗണ്ട് വന്ന സമയത്ത് ഹോൾഡ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് വന്ന സമയത്ത് അവിടെ ജിൻഡോയെ കയറി ഗബ്രി അറ്റാക്ക് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് പിടിയും വലിയും ഇതൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഭാഗത്തും ഫോൾട്ട് ഉണ്ടായിരുന്നു. അവിടെ ഗബ്രിയാണ് ആദ്യം കയറി പിടിച്ചത് എന്നുണ്ടെങ്കിലും അവിടെ പിന്നീട് ഹോൾഡ് ചെയ്ത് വെച്ചപ്പോൾ ഗബ്രി കയറി മാന്തിയും മുടിയൊക്കെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു.